ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ അടപ്പിളക്കുന്ന പണികളാണ് ഇന്ത്യ കൊടുത്തത് എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. ആ സമയത്ത് നമ്മൾ ഏറെ ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു പാകിസ്ഥാന്റെ കിരാന ഹിൽസിൽ ഇന്ത്യയുടെ ആക്രമണം നടന്നു എന്നത്. ഈ കിരാന ഹിൽസ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണവായുധങ്ങൾ സംഭരിച്ചിരുന്ന ഒരു പ്രദേശമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ അവിടെ ഒരു ആക്രമണം നടന്നു എന്നത് ആ സമയത്ത് സ്ഥിരീകരിക്കപ്പെട്ടുവെങ്കിലും ഇന്ത്യ ആക്രമിച്ചു എന്ന് എവിടെയും പറഞ്ഞില്ല. നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മളാണ് ആക്രമണം നടത്തിയതെന്ന് അന്ന് പറഞ്ഞിരുന്നില്ല. ഇന്നും നമ്മൾ ആക്രമിച്ചു എന്ന് പറയുന്നില്ല. ഇതാണ് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യം. അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ ആണവ സംഭരണശാലകളിലേക്കോ ആണവ കേന്ദ്രങ്ങളിലേക്കോ ഒക്കെ ആക്രമണം നടത്തുന്നത് ഗുരുതരമായൊരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. സോ ഇന്ത്യ പോലെ റെസ്പോൺസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ലോകം ബഹുമാനിക്കുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. നമ്മൾ വളരെ മാന്യതയുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ പരസ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു രാജ്യത്തിന്റെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നൊന്നും പറയാനും പറ്റില്ല. നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ അല്ലേ. സോ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അന്ന് എന്താണ് നടന്നത് എന്ന് നമ്മുടെ മുൻ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതായത് സർഗോദ മേഖലയിലെ പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ഡ്രോൺ സംവിധാനങ്ങളെ അയച്ചിരുന്നു. അപ്പോൾ ഈ ഡ്രോണുകൾ ആകാശത്ത് ദീർഘസമയം സഞ്ചരിക്കുകയും ലക്ഷ്യം കണ്ടെത്തുകയുമാണ് ചെയ്യാറുള്ളത്. ഇനി അഥവാ നിർദ്ദിഷ്ട ലക്ഷ്യം കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നാൽ ഇത് താഴേക്ക് പതിക്കുകയാണ് പതിവ്. അങ്ങനെ പതിച്ച ഒരു ഇന്ത്യയുടെ ഡ്രോണാണ് കിരാന ഹില്ലിന്റെ ഭാഗത്ത് എവിടെയോ വീണതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാണ് നമ്മുടെ മുൻ സംയുക്ത സൈനിക മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ കിരാന ഹിൽസിൽ സ്ഫോടനമുണ്ടായതും തുടർന്ന് പുക ഉയർന്നതുമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ എല്ലാവരും കണ്ടതാണ്. കിരാന ഹിൽസ് പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുമായിട്ട് ബന്ധമുള്ള തന്ത്രപ്രധാന മേഖലയാണ്. ഈ പ്രദേശത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ആക്രമണം നടത്തിയെന്നുള്ള അഭ്യൂഹങ്ങളും അന്ന് പ്രചരിച്ചിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മുൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ വ്യക്തത വരുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നേരിട്ട് ഇന്ത്യ ഒരു ആക്രമണം നടത്തിയതല്ല, അത് അബദ്ധത്തിൽ ഒരു ഡ്രോൺ അവിടെ വീണുപോയതാണ് എന്നായിരുന്നു ഇന്ത്യയുടെ മുൻ സംയുക്ത സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ ആണവ സംവിധാനങ്ങളിൽ ആക്രമണം നടത്തുക എന്നത് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിലേ ഇല്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. സോ ഇവിടെ നിന്ന് ചില കാര്യങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഇവിടെ ഇന്ത്യ ആക്രമണം അങ്ങനെ നടത്തണം എന്ന ഉദ്ദേശം നമുക്ക് ഉണ്ടായിരുന്നില്ല. അതേസമയത്ത് ഒരു ഡ്രോൺ അവിടെ വീണു എന്ന് സമ്മതിക്കുന്നുമുണ്ട്. അത് മറ്റൊരു ഉദ്ദേശവുമായിട്ട് പോയ ഡ്രോണാണ്, അവിടെ വീണു എന്നാണ് ഇന്ത്യ സമ്മതിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാന്റെ കിരാന ഹിൽസ് വരെ ഇന്ത്യയുടെ ഒരു ഡ്രോണിന് എത്താൻ പറ്റുമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കിരാന ഹിൽസ് എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയാണ്. നമുക്ക് ഒരു രാജ്യത്തിന്റെ ആണവായുധവുമായി ബന്ധപ്പെട്ട ഒരു മേഖല എത്ര തന്ത്രപ്രധാനമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. സോ അവിടേക്ക് ഇന്ത്യയുടെ ഒരു സാധാരണ ഒരു നിരീക്ഷണ ഡ്രോൺ പറന്നു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സൂചിപ്പിക്കുന്നത് ആ ഡ്രോണിന്റെ കാര്യപ്രാപ്തിയാണ്. എത്ര മികച്ച ഡ്രോൺ ആയിരിക്കും ഇന്ത്യ അയച്ചത്. രണ്ട്, സൂചിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ ഏറ്റവും മോശം പ്രതിരോധ സംവിധാനങ്ങളാണ്. ചൈനയുടെ അമേരിക്കയുടെ ഒക്കെ അടക്കമുള്ള സാധനങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. സോ ഇത് ഒരേ സമയം പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്, ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ ഉദാഹരണമാണ്. അതേസമയം പാകിസ്ഥാനിലെ ആണവായുധങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല എന്ന് കൂടിയാണ് ഇതോടെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു വ്യൂ പോയിന്റിൽ ചിന്തിച്ചാൽ കുറെ ആളുകൾ പറയുന്നത് ഇന്ത്യ മനഃപൂർവ്വം പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ വേണ്ടി ഡ്രോൺ ഉപയോഗിച്ചോ മിസൈൽ ഉപയോഗിച്ചോ ആക്രമണം നടത്തിയതുമായിരിക്കാം എന്ന് പറയുന്നുണ്ട് പലരും. അങ്ങനെ ഒരു സാധ്യത മുഖവിലേക്ക് എടുത്താൽ പോലും അതും സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സാങ്കേതിക മികവിനെയും പാകിസ്ഥാന്റെ ഏറ്റവും അപകടകരമായ ഒട്ടും സുരക്ഷയില്ലാത്ത ആണവ സംഭരണിയെയുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഇത്ര പെട്ടെന്ന് ഇന്ത്യയുടെ മുമ്പിൽ മുട്ടുമടക്കിയതിന്റെ കാരണങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് പോയാൽ ഇതുപോലെ ഒരുപാട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി മുൻ സംയുക്ത സൈനിക മേധാവി പറഞ്ഞത് സത്യമാണോ, അതോ ഇനി ശരിക്കും ഇന്ത്യ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടിട്ടുണ്ടോ? ഈ കാര്യത്തിൽ നമുക്ക് തൽക്കാലം നമ്മുടെ സംയുക്ത സൈനിക മേധാവി പറഞ്ഞതിനെയാണ് വിശ്വസിക്കാൻ കഴിയുക. അബദ്ധത്തിൽ വീണുപോയി. ഇനി വേറൊരു കാര്യം ഞാനിവിടെ പറയാം. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു രാജ്യം, ഇന്ത്യയും പാകിസ്ഥാനും വിടുക, വേറൊരു രാജ്യം, നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്ക എടുക്കാം. അമേരിക്ക മറ്റൊരു രാജ്യത്തിന്റെ, ചൈനയുടെ ആണവ കേന്ദ്രത്തിലേക്ക് ഒരു മിസൈലോ ഒരു ഡ്രോണോ അയച്ച് ഒരു ആക്രമണം നടത്തി എന്ന് കരുതുക. അമേരിക്ക ഒരിക്കലും താങ്കൾ അങ്ങനെ ചെയ്തു എന്ന് സമ്മതിക്കാൻ പോകുന്നില്ല. അബദ്ധത്തിൽ വീണു എന്നേ അമേരിക്ക പറയുകയുള്ളൂ. കാരണം അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് അമേരിക്ക അത് സമ്മതിക്കാറില്ല. അല്ല, നമുക്ക് നമ്മുടെ സംയുക്ത സൈനിക മേധാവി പറഞ്ഞത് തന്നെയാണ് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയുക. ഇന്ത്യയുടെ ഒരു ഡ്രോൺ
നിരീക്ഷണ പറക്കലിനിടയിൽ ഈ കിരാന ഹിൽസിന്റെ അവിടെ എവിടെയോ എത്തിയപ്പോൾ തകർന്ന് അവിടെ വീണു, ലക്ഷ്യം കാണാതെ വീണുപോയി. അല്ലാതെ അത് അവിടെ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ അയച്ചൊരു ഡ്രോണൊന്നുമല്ല. അത് വീണപ്പോൾ ചിലപ്പോൾ പാകിസ്ഥാൻ പേടിച്ച് കാണും, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മുട്ടുമടക്കിയത്. അതല്ലാതെ തന്നെ 4 പാടും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എയർ ബേസുകൾ തകർക്കുന്നു, എന്തിനേറെ പറയുന്നു, കട്ടപ്പുറത്ത് കിടന്ന വിമാനങ്ങളെ വരെ അടിച്ചു, എയർ ഡിഫൻസ് സിസ്റ്റംസ് കംപ്ലീറ്റ് തകർത്തു, നെറ്റ്വർക്കുകളെല്ലാം തകർത്തു. എല്ലാ രീതിയിലും അടി കിട്ടുന്നതിനിടയിലാണ് ഈ പറയുന്ന കിരാന ഹിൽസിൽ ഒരു സ്ഫോടനം നടക്കുന്നതും അവർ കാണുന്നത്. അവർ പേടിക്കും, എത്രയും പെട്ടെന്ന് തന്നെ ട്രംപിന്റെ കാല് പിടിക്കാൻ നോക്കും, അതുപോലെ തന്നെ അമേരിക്ക കൊണ്ട് വിളിപ്പിക്കാൻ നോക്കും. ഒടുവിൽ ഇന്ത്യ ഇങ്ങോട്ട് വിളിച്ച് അവർ പറയട്ടെ എന്നാ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇന്ത്യയെ വിളിച്ച് ലേലുവല്ലു എന്ന് പറയുകയാണ് ചെയ്തത്. ഈ അടുത്തിടെ ഡിസ്കവറിയുടെ ഒരു ഡോക്യുമെന്ററി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബ്രഹ്മോസ് ഉപയോഗിച്ച് ആവശ്യം പോലെ ഞങ്ങളെ അടിച്ചില്ലേ, ഇനിയൊന്ന് നിർത്തിക്കൂടെ എന്നാണ് പാകിസ്ഥാന്റെ സൈനിക വക്താവ് വിളിച്ച് ഇന്ത്യയോട് ചോദിച്ചത്. സോ നിങ്ങളുടെ പ്രതികാരമൊക്കെ നിങ്ങൾ ചെയ്തില്ലേ, ഇനിയെങ്കിലും ഞങ്ങളെ ഒന്ന് വെറുതെ വിട്ടുകൂടെ, നമുക്കിത് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തി. സോ എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നടന്നത് എന്ന് അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.